നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാർച്ച് 11-ന് തിരുവനന്തപുരത്ത് വച്ച് വലിയൊരു വിവാഹം നടക്കുകയുണ്ടായി. തിരുവനന്തപുരത്തെ അരുമാനൂർ ശ്രീ നൈനാർ ദേവ ക്ഷേത്രത്തിൽ വച്ച് കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം നടത്തിയത് CPM നേതാക്കന്മാരാണ്. അന്ന് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ വിവാഹം നടത്തിയത്. അന്നൊരു അച്ഛനും അമ്മയും വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി, തന്റെ മകളുടെ വിവാഹം ഇപ്പോൾ നടത്തരുത്, അവൾക്ക് പ്രായമായിട്ടില്ല എന്ന്. പക്ഷേ സ്വന്തം മകളുടെ പ്രായം ചൂണ്ടിക്കാണിച്ച അച്ഛന്റെ ആ വാക്ക് പോലും ധിക്കരിച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ മറികടന്നുകൊണ്ടായിരുന്നു ആ വിവാഹം നടത്താൻ CPM നേതാക്കന്മാർ മുൻകൈയെടുത്തത്. ജാതി പറഞ്ഞ് വർഗീയത പറഞ്ഞ് ഈ വിവാഹത്തിനെ എതിർക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മാതാപിതാക്കൾക്കെതിരെ നിന്നുകൊണ്ട് അന്ന് CPM നേതാക്കന്മാർ വിവാഹം നടത്തിയപ്പോൾ വലിയ കയ്യടി ലഭിക്കുകയുണ്ടായി. വർഗീയതയല്ല, മറിച്ച് ഇവിടെ വേണ്ടുന്നത് ഇത്തരത്തിൽ ഒത്തൊരുമയോടെ മുന്നോട്ടു പോകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഈ വിവാഹത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറയുകയാണ്. സ്വന്തം മകളുടെ പ്രായം ആ അച്ഛൻ ചൂണ്ടിക്കാണിച്ചതായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വരുന്നു. വിവാഹം നടത്തിയത് തെറ്റായ രേഖകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. എല്ലാത്തിലും തുല്യതയും നീതിയും ന്യായവും ചൂണ്ടിക്കാണിക്കുന്ന CPM നേതാക്കന്മാർ എന്തുകൊണ്ട് കൃത്യമായിട്ട് അത്തരം രേഖകൾ പരിശോധിച്ചില്ല എന്നുള്ള ചോദ്യം ഇതോടുകൂടെ പ്രസക്തമായി വരുന്നു. എല്ലാം മാതൃകാപരമായിട്ട് നടത്തുന്ന നേതാക്കന്മാർ ഒരു വിവാഹം നടത്തുമ്പോൾ അതിന് കൃത്യമായിട്ട് രേഖകൾ വേണം, കൃത്യമായിട്ട് പ്രായപരിധിയുണ്ട് എന്ന് പോലും മനസ്സിലാക്കാതെ എന്തിനെതിരും മുൻകൈയെടുത്തു എന്നുള്ള ചോദ്യമാണ് വരുന്നത്. വിമർശനങ്ങളും ആക്ഷേപങ്ങളും ശക്തമാകുന്നതോടെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും കഴുകഴുകണമെന്ന് വിചാരിക്കുന്നു CPM നേതാക്കന്മാർ. പക്ഷേ സംഗതി അത്ര എളുപ്പമല്ല, നിയമക്കുരുക്കിലേക്ക് പെടുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. CPM നേതാക്കളാണ് അന്ന് കുംഭമേള വൈറൽ താരത്തിന്റെ കല്യാണം വലിയ ആഘോഷമാക്കി മാറ്റിയത്. വിവാഹം നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവർ ഓടിയെത്തുകയായിരുന്നു, ക്രെഡിറ്റ് ഏറ്റെടുക്കുകയായിരുന്നു എന്നതൊക്കെ നമുക്ക് വ്യക്തമാണ്. പക്ഷെ അങ്ങനെ കാണുന്നതിനെല്ലാം ക്രെഡിറ്റ് ഏറ്റെടുത്താൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ആക്ഷേപം വരുന്നത്. സർക്കാരിന്റെയും CPMന്റെയും പേരിൽ ആശംസകൾ നേർന്നുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, A റഹീം MP തുടങ്ങിയവരൊക്കെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇന്ന് ഇതേ ആളുകൾ തന്നെ വെട്ടിലായി മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നായിരുന്നു അന്ന് നേതാക്കൾ വാനോളം പുകഴ്ത്തി പറഞ്ഞിരുന്നത്. പ്രായപൂർത്തിയാകാത്ത കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ പോക്സോ കേസിന് പിന്നാലെ ഇപ്പോൾ ഒരു പുതിയ കുറ്റം കൂടെ ചുമത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പട്ടികവർഗ പീഡന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി അതിന് കൂട്ടുനിന്നവരും പ്രതികളാകുമെന്ന് പറയുമ്പോൾ വിവാഹം നടത്തിയതടക്കം സംശയത്തിന്റെ നിഴലിലാകുന്നു. ഇക്കാര്യം വ്യക്തമാക്കി ST കമ്മീഷൻ നിയമ ഉപദേശകൻ പ്രകാശ് ഉയ്ക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് അടക്കം ഇട്ടുകഴിഞ്ഞു. സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് പ്രകാശ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മൊണാലിസ എന്ന് പറയുന്ന കുംഭമേള വൈറൽ താരം എന്തിനെ ഇത്തരത്തിൽ കേരളത്തിൽ തന്നെ വന്നു ഇങ്ങനെ തെറ്റായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കിക്കൊണ്ടൊരു വിവാഹം നടത്തി എന്നതിൻ്റെയൊക്കെ ഒരു ഗൂഢലക്ഷ്യം, അതിന് പിന്നിലുള്ള പ്രവർത്തിച്ച കൈകൾ, അതൊക്കെ വലിയ നിഗൂഢമായിട്ട് നിൽക്കുകയാണ്. ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ലക്ഷ്യം എന്താണ് എന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. നിലവിൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ടുള്ള തരത്തിൽ പല കാര്യങ്ങളും സിനിമകളിലൂടെ അടക്കം പുറത്തേക്ക് വരുമ്പോൾ, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ ലക്ഷ്യം കേരളത്തെ തകർക്കാനാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ ചിലരിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. എന്തായാലും അതിന്റെയൊക്കെ ഉത്തരം ഇനി ഒരു പക്ഷേ അന്വേഷണത്തിലൂടെ വ്യക്തമാകുമെന്നാണ് പറയുന്നത്. വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ച കേരളത്തിലെ CPM നേതാക്കളുടെ പങ്കും നിലവിൽ അന്വേഷിക്കണം എന്നാണ് ആവശ്യമായിട്ട് ഉയരുന്നത്. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്ന് മധ്യപ്രദേശ് പോലീസ് ഫർമാൻ ഖാനെതിരെ നിലവിൽ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് 16 വയസ്സും 2 മാസം പ്രായവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. വിവാഹത്തിനായി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചെന്നാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തൽ. 2009 ഡിസംബർ 30-നാണ് പെൺകുട്ടി ജനിച്ചതെന്ന് മധ്യപ്രദേശിലെ ആശുപത്രി രേഖകൾ വ്യക്തമാക്കുന്നു. വിവാഹത്തിനായി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതായിട്ടും അങ്ങനെയാണെങ്കിൽ ഇതാരാണ് ഇതിന് സഹായിച്ചത് എന്നും
കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ഇതോടുകൂടെ ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരമുള്ള കേസെടുക്കുന്നു. വിഷയത്തിൽ കേരള, മധ്യപ്രദേശ് DGPമാരോട് ഡൽഹിയിൽ ഹാജരാകണമെന്ന് കമ്മീഷൻ നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും 10 വോട്ട് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കിട്ടും എന്ന് കരുതിയ ഏമാന്മാർക്ക് വലിയ തട്ട് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ഒരു ആക്ഷേപം ഉയരുന്നത്. ഇനി എങ്ങനെയെങ്കിലും തടി ഊരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പരിശ്രമത്തിലാണ് CPM നേതാക്കന്മാരും. വിവാഹം നടത്തിക്കൊടുത്തത് തങ്ങളല്ലെന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ ന്യായീകരണമായിട്ട് ഇറക്കുന്നത്. വിവാഹം നടക്കുന്ന വിവരം അറിഞ്ഞതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും റഹീം MPയും ചടങ്ങിൽ പങ്കെടുത്തു എന്ന് മാത്രമാണ്. വധൂവരന്മാർ സ്വമേധയാണ് ക്ഷേത്രത്തിൽ കമ്മിറ്റിയെ സമീപിക്കുന്നത്. ഇവർ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തമ്പാനൂർ പോലീസിനെ കാണിച്ചിരിക്കുന്നതായാണ് മനസ്സിലാക്കിയതെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുകയാണ്. അതായത് ഒരു കള്ള സർട്ടിഫിക്കറ്റ് ആണോ അല്ലയോ എന്ന് പോലും വ്യക്തമാകാത്ത രീതിയിലാണോ ഇവിടുത്തെ അതോറിറ്റി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് പൊള്ളുയരുകയാണ്. തിരുവനന്തപുരം അരുമാനൂർ ശ്രീ നൈനാർ ദേവക്ഷേത്രത്തിൽ വച്ചാണ് കഴിഞ്ഞ മാസം പെൺകുട്ടിയും ഫർമാൻ ഖാനും തമ്മിൽ വിവാഹം നടക്കുന്നത്. വിവാഹത്തിൽ മന്ത്രി V ശിവൻകുട്ടി, റഹീം MP, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരടക്കമുള്ള നിരവധി ആളുകൾ പങ്കെടുക്കുകയും വിവാഹത്തിൽ മംഗളങ്ങൾ ചൊരിയുകയും ചെയ്തിരുന്നു. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് പിന്നീട് ദുരൂഹതകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായമായിട്ടില്ലായിരുന്നു എന്ന് മധ്യപ്രദേശിലെ ഖർഗോൺ ജില്ലയിലെ മഹേശ്വർ പോലീസ് സ്റ്റേഷനിലെ ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരമുള്ള FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ച് പരാതി ഉയർന്നതിനെ തുടർന്ന് NCST കേരളത്തിലും മധ്യപ്രദേശിലും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയായിരുന്നു. വധുവിന്റെ ഗോത്ര പശ്ചാത്തലം പരിഗണിച്ച് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമത്തിന് പുറമെ ഭാരതീയ ന്യായ സംഹിത, SC/ST പീഡന വിരുദ്ധ നിയമം എന്നിവ പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേരളത്തിന്റെയും മധ്യപ്രദേശിലെയും DGPമാരോട് ഏപ്രിൽ 22-ന് ഡൽഹിയിൽ ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ 3 ദിവസത്തിലും കേസിലെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള പ്രത്യേക നിർദ്ദേശവും നിലവിലുണ്ട്. കുട്ടി മധ്യപ്രദേശിലെ പാർഥി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നും മഹേശ്വർ ഹോസ്പിറ്റലിൽ റെക്കോർഡുകൾ പ്രകാരം 2009 ഡിസംബർ 30-നാണ് ജനിച്ചിട്ടുള്ളത് എന്നുമാണ് അന്വേഷണത്തിലൂടെ വ്യക്തമായിട്ടുള്ളത്. 2026 മാർച്ച് 11-ന് കേരളത്തിൽ വിവാഹം നടക്കുമ്പോൾ 16 വയസ്സ് മാത്രമേ പെൺകുട്ടിക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ. വിവാഹം നടന്ന് കേരളത്തിൽ നിന്ന് തുടരണം എന്ന് അവർ അറിയിച്ചു. പ്രായപൂർത്തിയായെന്ന് കാണിക്കാൻ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്നത് അന്വേഷണ സംഘം കണ്ടെത്തുമ്പോൾ അതിന് പിറകിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുകൂടെ അറിയേണ്ടിയിരിക്കുന്നു. ബാലവിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചു എന്നുള്ള ഗുരുതര ആരോപണമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട CPM നേതാക്കന്മാർക്കെതിരെ ഉയരുന്നത്. വിവാഹ സമയത്ത് രക്തഹാരവും ബൊക്കെയും ഒക്കെ നൽകി സ്വീകരിച്ച വലിയ സന്തോഷം പങ്കുവെച്ച നേതാക്കന്മാർക്ക് ഇപ്പോൾ പാർട്ടിയോടും മറുപടി പറയേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തു പോയിരിക്കുന്നത് എന്ന് നേതാക്കന്മാർക്കും ഉള്ളിൽ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്ന സമയമാണ്. പക്ഷെ എങ്ങനെ രക്ഷപ്പെടും എന്നറിയാത്ത സമയം കൂടെയാണ് എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്.